ക്രിസ്ത്യാനിയും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ബൈബിൾ പരിഭാഷയെക്കുറിച്ച്. കേരളത്തിലെ ക്രൈസ്തവ സഭ സുദീർഘമായ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം വരെ അവർക്ക് അവരുടെ മാതൃഭാഷയിൽ ബൈബിൾ ലഭ്യമായിരുന്നില്ല. കേരളത്തിലെ ക്രൈസ്തവർ ഉപയോഗിച്ചു വന്നിരുന്നത് സുറിയാനി ഭാഷയിലുള്ള ബൈബിളും കുർബാനക്രമവുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ CMS മിഷണറിമാർ വന്നതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യാനികളെപ്പറ്റി പാശ്ചാത്യർ കൂടുതൽ അറിയുവാനിടയാകുകയും ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെയും വിവിധ മലയാളം ബൈബിൾ പരിഭാഷകളുടെയും ചരിത്രമാണ് നോക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൽക്കട്ടയിലെ ചാപ്ലിനായിരുന്ന ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ 1806 മലബാർ സന്ദർശിച്ചു. ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇംഗ്ലണ്ടിലെ തൻ്റെ മാതൃസഭയെയും കേരളത്തിലെ സുറിയാനി സഭാ നേതാക്കളെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ബൈബിൾ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാനുള്ള യത്നം ആരംഭിച്ചു. അന്നത്തെ മലങ്കര മെത്രോപൊലിത്തയായ മാർ ദിവാനോസിൻ്റെ മേൽനോട്ടത്തിൽ 1807 4 സുവിശേഷങ്ങൾ സുറിയാനിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ആരംഭിച്ചു. ഈ യത്നത്തിൽ സഹകരിച്ചവരിൽ പ്രമുഖനാണ് കായംകുളം ഫിലിപ്പോസ് റമ്പാൻ. 1811 ഈ 4 സുവിശേഷങ്ങളും ഒരു പുസ്തകമായി ബോംബെയിലെ കുറിയ പ്രസിൽ നിന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. സുറിയാനിൽ നിന്നുള്ള പദാനുപത വിവർത്തനം ആയതിനാൽ ധാരാളം സുറിയാനി പദങ്ങൾ ആ വിവർത്തനത്തിൽ കടന്നുകൂടിയിരുന്നു. 1817 ബൈബിൾ പൂർണ്ണമായി തർജ്ജമ ചെയ്യുവാനും കോട്ടയത്ത് നിന്ന് അത് പ്രസിദ്ധീകരിക്കുവാനും ബൈബിൾ സൊസൈറ്റി തീരുമാനിച്ചു. അതിനുവേണ്ടി ചർച്ച് മിഷണറി സൊസൈറ്റി CMS റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലിയുടെ സേവനം വിട്ടുകൊടുത്തു. കൊച്ചിക്കാരനായ എബ്രായ ഭാഷാ പണ്ഡിതന് മോശ ഇശാർഫാനി എന്ന യഹൂദൻ, ത്രിഭാഷ പണ്ഡിതനായ ചാത്തുമേനോൻ, സംസ്കൃത പണ്ഡിതനായ വൈദ്യനാഥ അയ്യർ എന്നിവരുടെ സഹകരണം വിവർത്തന പ്രക്രിയയിൽ ബെയ്ലിക്ക് ലഭിച്ചു. ഇവരെ കൂടാതെ സുറിയാനി പണ്ഡിതന്മാരായ 8 പുരോഹിതന്മാരുടെ സഹായവും അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മൺറോയുടെ പിന്തുണയും ഈ സംരംഭത്തിനുണ്ടായിരുന്നു. ആ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ബൈബിൾ സൊസൈറ്റി ഇതിനാവശ്യമുള്ള ധനസഹായം നൽകി. 1825 ബെയ്ലി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു താൽക്കാലിക മലയാള തർജ്ജമ പ്രസിദ്ധീകരിച്ചു. 1829 ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറി ബെയ്ലിയുടെ ആദ്യത്തെ പുതിയ നിയമ തർജ്ജമ കോട്ടയം CMS പ്രസിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. ഈ പുതിയ നിയമം അച്ചടിക്കുവാൻ വേണ്ടി ബെയ്ലി സ്വയം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മരം കൊണ്ടുള്ള പ്രസ് ഇന്നും കോട്ടയം CMS പ്രസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1835 ബെയ്ലിയുടെ പഴയ നിയമ തർജ്ജമ പൂർത്തിയായി. മദ്രാസ് ഓക്സിലിയറി 1841 അത് പ്രസിദ്ധീകരിച്ചു. ഈ ബൈബിളിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് 1859 പ്രസിദ്ധീകരിച്ചു. ഹെർമൻ ഗുണ്ടർട്ട് ബെയ്ലിയുടെ പരിഭാഷയ്ക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. പദങ്ങളിലും പ്രയോഗങ്ങളിലും മലബാറിലെ ഭാഷയ്ക്ക് തിരുവിതാംകൂറിലെ മലയാളത്തെ അപേക്ഷിച്ച് ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വടക്കേ മലബാറിലെ ഉപയോഗത്തിന് മതിയായ ബൈബിൾ ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആധുനിക മലയാളത്തിൻ്റെ സൃഷ്ടികർത്താക്കളിൽ ഒരാളായ ഹെർമൻ ഗുണ്ടർട്ടാണ്. ഗ്രീക്ക് ഭാഷയും സംസ്കൃതവും ഉൾപ്പെടെ പല ഭാരതീയ ഭാഷകളും അദ്ദേഹത്തിന് വശമായിരുന്നു. ഗ്രീക്ക് പുതിയ നിയമത്തിൽ നിന്നും ഗുണ്ടർട്ട് നേരിട്ട് വിവർത്തനം ചെയ്ത പുതിയ നിയമം മംഗലാപുരത്ത് ബാസൽ മിഷൻ പ്രസിൽ നിന്നും 1854 പ്രസിദ്ധം ചെയ്തു. 1859 പഴയ നിയമവും അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചു. സത്യവേദ പുസ്തകം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിൽ ബൈബിൾ ഉപയോഗിക്കുന്നതിന് പൊതുവായ ഒരു പരിഭാഷ തയ്യാറാക്കുവാൻ 1871 ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലിയറി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അതിൽ CMSൻ്റെയും LMSൻ്റെയും ബാസൽ മിഷൻ്റെയും സുറിയാനി സഭയുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്നു. ഈ കമ്മിറ്റി ആദ്യം തയ്യാറാക്കിയത് പുതിയ നിയമത്തിൻ്റെ പരിഭാഷയാണ്. യവന മൂലകൃതിയെ ആധാരമാക്കിയാണ് ഈ വിവർത്തനം നിർവഹിച്ചത്. ഇതിനുവേണ്ടി ലൂതറിൻ്റെയും
സ്റ്റെറിൻ്റെയും ജർമ്മൻ ഭാഷയിലുള്ള വിവർത്തനങ്ങളും തമിഴിലുള്ള പുതിയ പരിഭാഷയും ബെയ്ലിയുടെ മലയാള തർജ്ജിമയും സാമുവേൽ ലിയുടെ സുറിയാനി ബൈബിളുകളും സസൂക്ഷ്മം പരിശോധിച്ചു. ഡോക്ടർ ഗുണ്ടത്തിൻ്റെ പരിഭാഷയായിരുന്നു ഈ പരിഭാഷയ്ക്ക് അടിസ്ഥാനമാക്കി സ്വീകരിച്ചത്. 1880 പുതിയ നിയമം പൂർത്തിയാക്കിയെങ്കിലും 1889 അത് പ്രസിദ്ധീകരിച്ചത്. 1871 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ നിയമിച്ച കമ്മിറ്റിയുടെ കാർമ്മികത്വത്തിൽ പരിഭാഷ ചെയ്യപ്പെട്ട 1910 പ്രസിദ്ധീകരിച്ച മലയാള ബൈബിൾ പരിഭാഷയാണ് സത്യവേദപുസ്തകം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് റിവൈസ്ഡ് വേർഷൻ്റെ വെളിച്ചത്തിൽ ബെഞ്ചമിൻ ബെയ്ലിയുടെ വിവർത്തനങ്ങളിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തി 1889 പ്രസിദ്ധീകരിച്ച പുതിയ നിയമത്തിൻ്റെ ശൈലിയാണ് ഇത് തയ്യാറാക്കിയത്. ഈ പരിഭാഷയാണ് ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന സത്യവേദ പുസ്തകം. മലയാള ഭാഷയുടെ അന്നുവരെയുള്ള വളർച്ചയും വികാസവും ആശയവ്യാപ്തിയും ഉൾക്കൊള്ളാൻ ഈ തർജ്ജമയ്ക്ക് കഴിഞ്ഞു. കേരള കത്തോലിക്ക സഭ ഒഴിച്ച് മിക്കവാറും എല്ലാ കേരള ക്രൈസ്തവ സഭകളും 1910 പുറത്തിറങ്ങിയ സത്യവേദ പുസ്തകം എന്ന ഈ ബൈബിൾ പരിഭാഷയാണ് ഉപയോഗിക്കുന്നത്. കേരള കത്തോലിക്ക സഭയുടെ പരിഭാഷ കേരള കത്തോലിക്ക സഭ 1890 മുതൽ പരിഭാഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഫാദർ മാത്യു വടക്കേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിവർത്തക സമിതി പഴയ നിയമം പൂർണ്ണമായി പരിഭാഷപ്പെടുത്തുകയും 3 വാല്യങ്ങളിലായി യഥാക്രമം 1930, 1934, 1939 എന്നീ വർഷങ്ങളിൽ SH ലീഗ് എന്ന പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ മാണിക്കത്തനാര് വിവർത്തനം ചെയ്ത് 1935 പ്രസിദ്ധീകരിച്ച പുതിയ നിയമ ഗ്രന്ഥമാണ് കേരളത്തിലെ കത്തോലിക്കക്കാരുടെ ഇടയിൽ കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ.